പകർച്ചപ്പനി ബാധിച്ച് 13,025 പേരാണ് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഷിഗല്ല ബാധിച്ച് സംസ്ഥാനത്ത് 55 പേരാണ് ചികിത്സയിൽ. വയനാട്ടിൽ 514 പേർക്ക് രോഗലക്ഷണമുണ്ട്. 134 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും 3 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. അലക്സ് സറ മുഹമ്മദ് വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു. അലക്സ്, മഴക്കാലമാണ്, പകർച്ചപ്പനി വ്യാപിക്കുന്ന കാലം കൂടിയാണ്. ഏതൊക്കെ തരത്തിൽ ജാഗ്രത വേണം, ഏതൊക്കെ തരം പനികൾ സൂക്ഷിക്കണം അലക്സ്? ഹാഷ്മി, കോഴിക്കോട് നിപ്പ ആശങ്ക തുടരുകയാണ്. നിപ്പ സ്ഥിരീകരിച്ച വ്യക്തി കോഴിക്കോട് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ നിപ്പ ഭീതിക്കിടയിലും സംസ്ഥാനം പകർച്ചവ്യാധികളുടെ പിടിയിലാണ്, പകർച്ചവ്യാധി ഭീഷണിയിലാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, പകർച്ചപ്പനി ഇതെല്ലാം പിടിവിട്ട് കണക്കെ പോകുകയാണെന്നുള്ളതാണ് ഈ വ്യാപനത്തിന്റെ തോത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 4 പേർക്കാണ്. മലപ്പുറത്ത് 2 പേർക്കും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവും ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം ഇതുവരെ 38 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതാകട്ടെ 134 പേർക്കാണ്. ഒരു മരണം ഡെങ്കി മൂലമെന്ന് ഇന്നലെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെ 11 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. 3 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലൊരാൾ ഇന്നലെ എലിപ്പനി മൂലം മരിച്ചതായി സ്ഥിരീകരിക്കുന്നുണ്ട്. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിയത് ഏതാണ്ട് 13,025 പേരാണ്. അതായത് സർക്കാർ ആശുപത്രികളുടെ കണക്ക് മാത്രമാണിത്. 13,025 പേർ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പകർച്ചപ്പനിക്ക് ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പനിബാധിതർ ചികിത്സ തേടി എത്തിയത്. മലപ്പുറത്ത് 2,495 പേർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ ദിവസങ്ങൾ പരിശോധിച്ചാൽ, അതായത് ബുധനാഴ്ച ദിവസം പരിശോധിച്ചാൽ 12,700 പേർ പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അത് ചൊവ്വാഴ്ചയിലെ കണക്കെടുത്താൽ ഏതാണ്ട് 11,000 മുകളിൽ ആളുകൾ പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. അതായത് ഈ ആഴ്ച പ്രതിദിന പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം 10,000 മുകളിലാണെന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ആ പകർച്ചവ്യാധികൾ അങ്ങനെ തുടരുന്നു. ബുധനാഴ്ച ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 72 പേർക്കാണ്. എലിപ്പനി ബുധനാഴ്ച 13 പേർക്കും മലേറിയ 4 പേർക്കും ഷിഗല്ല 7 പേർക്കും ബുധനാഴ്ച സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച ഷിഗല്ല സ്ഥിരീകരിച്ചത് 10 പേർക്കാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം ജില്ലകൾക്ക് പുറമെ ഷിഗല്ല സ്ഥിരീകരിച്ച ജില്ലകൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ചൊവ്വാഴ്ച കൊല്ലത്തൊന്ന്, ഇടുക്കി വാഴത്തോപ്പിൽ ഒരു കേസ് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് 2, ആലപ്പുഴ 2 എന്നിങ്ങനെയാണ് ചൊവ്വാഴ്ചത്തെ ഷിഗല്ല കേസുകൾ. അതായത് സംസ്ഥാനത്ത് ഷിഗല്ല, എലിപ്പനി, ഡെങ്കിപ്പനി, പകർച്ചപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ കേസുകൾ സാരമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്ത കേസുകളിലും വർധനമുണ്ട്. അതായത് പകർച്ചവ്യാധികൾ പെരുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധ നടപടികൾ അത് പോരാ, കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട്. അത് ജില്ലാ തലങ്ങളിലും പ്രാദേശിക അടിസ്ഥാനത്തിൽ, ആശുപത്രികളുടെ അടിസ്ഥാനത്തിലൊക്കെ ആ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ട് എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, നാട് പനിപ്പേടിയിലാണ്, ഊർജിതമാക്കണം സർക്കാർ സംവിധാനങ്ങൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്വയം സുരക്ഷാ ജാഗ്രത പാലിക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണ്. തിളപ്പിച്ചാറ്റി വെള്ളമല്ലാതെ കുടിക്കരുത്. ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്ന വെള്ളത്തിൽ കൂടിയാണ് ഈ പകർച്ചവ്യാധി എന്നുള്ളത് എടുത്തു പറയണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.